ഒരു മുറൈ വന്ന് പാത്തായാ ജന്മനം നീ അറിന്തായോ. എന്തിനാ ഇപ്പോഴും ഈ പാട്ട് പാടുന്നത്? ഈ പാട്ട് കേട്ടാലേ പേടിച്ചാരും പുറത്തിറങ്ങൂല. ഇത് പ്രേതത്തിന്റെ പാട്ടാ. ആരാന്നാ ചോദിച്ചത്? എന്താമ്മേ? ഇവിടെ എന്തോ ഒരു ശബ്ദം കേട്ടു. വല്ല പൂച്ചയോ മറ്റായിരിക്കും. അടുക്കളയിൽ സ്ഥിരം കയറുന്ന കള്ളിപ്പൂച്ചയാണെന്നാ തോന്നണത്. കൊച്ചിനെടുത്ത് വെച്ച് പാൽ ഇപ്പൊ തട്ടിമറിച്ചിട്ട് ഓടിയതേ ഉള്ളൂ. ആഹാ, എങ്കിലതിനെ വിടരുത്. ശാവം. അത് പൂച്ചയല്ല, മരപ്പട്ടിയാണ്. കല്ലെടുത്തെറി. ശബ്ദം കേട്ടാൽ അറിയാം. ആഹാ, ചാത്തന് തോക്ക് പറ്റിയല്ല. ചാത്തനേറ് തറവാട് മുടിയാൻ പോണേന്റെ ലക്ഷണ. ഈ തറവാടിന് ശാപമോക്ഷം കിട്ടണമെങ്കിൽ ഇവിടെ ഒരു ആൺകുഞ്ഞ് ജനിക്കണം. നിർത്ത്. നീ ഇതെവിടെ പോന്നു? ഇന്നലെ നീ ഇവിടെ ഇറങ്ങി, 2 ദിവസം മുമ്പ് നിന്നെ കാണാതെ ഇവിടെ വെച്ചാ എന്താണ് കാര്യം? എനിക്കൊന്ന് ഫോൺ ചെയ്യണം. നീ പോയിക്കോ. ഓഫീസിനടുത്ത് ബൂത്തുണ്ടല്ലോ, അവിടെ നിന്ന് വിളിച്ചാൽ ശരിയാവൂല. അല്ല, ഇവിടെ ആകുമ്പോ 10 ലൈനുണ്ട്, എളുപ്പം കിട്ടും. നീ പോയിക്കോ, വൈകുന്നേരം കാണാം. ഒരു നമ്പർ വേണം. ആ നമ്പർ മനസ്സിലായി. അത് ഈ ഫോണിൽ കിട്ടില്ല. ഇയാൾക്ക് എന്താ വേണ്ടത്? പാടണം. ഫോണിൽ പാടണോ? ഫോണിൽ പാടണ്ട, താൻ എന്റെ കൂടെ പാടണം. പറ്റില്ല എന്ന് എത്ര വട്ടം പറയണം? എത്ര വട്ടം പറഞ്ഞിട്ടും കാര്യമില്ല, പാടാതെ ഞാൻ വിടില്ല. ഇതൊരു ശല്യമായല്ലോ. തനിക്കെന്താ എത്ര വാശി? അന്തസ്സുള്ള ട്രൂപ്പിലെ പ്രധാന ഗായികയായിട്ടില്ലേ വിളിക്കുന്നത്? എന്താ വന്നാല്? എനിക്ക് പറ്റില്ല. ഇയാള് വേറെ ആളെ നോക്കിയോ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു പോയി. അല്ല, പിന്നെ തന്റെ പാട്ട് ഇഷ്ടപ്പെട്ടു പോയിന്ന്. ഞാൻ പോലീസിനെ വിളിക്കും. പോലീസായിരുന്നു പാടിയ ശരിയാവില്ല. താൻ ഇറങ്ങി പോകുന്നുണ്ടോ? എന്താ മോളെ പ്രശ്നം? ഇയാളുടെ ട്രൂപ്പിൽ ചേരണോ അത്രേ? ഓഹോ, ട്രൂപ്പാണല്ലേ? ട്രൂപ്പ് ഇങ്ങോട്ട് എണീക്കട്ടെ ട്രൂപ്പേ. എത്ര നാളായി ഈ ട്രൂപ്പ് തുടങ്ങി? ഓഹോ, എന്നിട്ട് ഇതുവരെ എത്ര പെങ്കൊച്ചങ്ങളെ ട്രൂപ്പ് ആക്കി? അടിച്ചിവന്റെ ഒക്കെ ട്രൂപ്പ് അടക്കാൻ വേണ്ടത്. എവന്റെ ട്രൂപ്പിലൊരു പഞ്ചാരടി. പഞ്ചാരടാ നിന്നെ പോലെ പല ട്രൂപ്പന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ? ശബ്ദം പോവും. ഈ മാസം 33 പരിപാടിയുള്ളതാ. ശബ്ദം പോവും. എന്താ പ്രശ്നം? ഒന്നുമില്ല, ഒരു പൂവാലനാ. ഇവനെ ഞങ്ങൾ നോക്കിക്കോളാം. അയ്യേ, ഞാൻ പൂവല്ല. പിന്നെ സിംഹമല്ല. വേണ്ട, ഒന്നും ചെയ്യണ്ട. അവനൊരു രോഗിയാ. എന്ത് രോഗി? ഒരു ഞരമ്പ് രോഗിയാ. പ്ലീസ് ഒന്ന് പോയട്ടെ. പ്ലീസ് മാറി. ചാടി വന്നാ എന്താടാ 10 ലൈൻ കിട്ടിയില്ലേ എന്ന് വെച്ച് ഞാൻ പിന്മാറുമെന്ന് വിചാരിക്കണ്ട. 11 kV ഇലക്ട്രിക് ലൈൻ ഞാൻ വലിക്കും. നീ വണ്ടി വിടറാ. നിന്റെ കാര്യം പോക്കാ. ഓ, അവനാണോ? എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം വന്നിട്ട് വലിയ ഗമയിലൊരു ഫോൺ വിളിയാ. എന്റെ ട്രൂപ്പിൽ ആരെ എടുക്കില്ല, ഭയങ്കരൻ പാട്ടുകാരെ മാത്രമേ എടുക്കുള്ളൂ. എല്ലാം തട്ടിപ്പാ. എന്നെ കേൾപ്പിക്കാൻ. നിന്നെ കേൾപ്പിക്കുന്ന എന്തിനാ? നമ്പർ ഇടാൻ. ആ നമ്പർ ഞാൻ പൊളിച്ച് പാളീസാക്കി. അന്ന് ശരിക്കും ചമ്മി പോയതാ. പിന്നെ വരില്ലെന്ന് ഞാനും വിചാരിച്ചു. എന്നിട്ട് ഒരു നാണോ ഇല്ലാതെ പിന്നെയും കയറി വന്നു. ഷടാ, എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു? താൻ എന്റെ ട്രൂപ്പിൽ ചേരണം, ചേരാതെ ഞാൻ വിടില്ല, തന്റെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഞാൻ ചൂടായി, ഇറങ്ങി പോവാൻ പറഞ്ഞു. അപ്പൊ അയാള് പോവില്ലെന്നായി. അപ്പൊ ഞാൻ ഒച്ച വെച്ചു. ഫോൺ ചെയ്യാൻ വന്ന ആളുകളൊക്കെ കൂടി അയാളെ കഴുത്തിന് പിടിച്ചു പുറത്തേക്ക് ഒറ്റത്ത. അച്ഛാ,
ഇയാളാണ് ആ ട്രൂപ്പ് അല്ലേ? അതെ. തന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ ഇപ്പൊ തീരുമാനിച്ചതേ ഉള്ളൂ. ഇരുന്നോട്ടെ. ആ കുടുംബത്ത് കയറി വന്നതല്ലേ, ഇരുന്നോ. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഉവ്വ ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ഇത്തിരി ഓവറായി പോയി. അതിന്റെ പേര് താനിപ്പോ ഒത്തിരി ഓവറാവുണ്ടെന്ന് കേട്ടല്ലോ. അയ്യോ ഞാന് ട്രൂപ്പ്. അതെ. ഓ, തനിക്ക് നാണമല്ലേ പെങ്കൊച്ചുങ്ങളെ എങ്ങനെ ശല്യപ്പെടുത്താൻ? അയ്യോ ഞാൻ ശല്യപ്പെടുത്തിയതല്ല. ഇത്രയും മുതിർന്നൊരു പെണ്ണിനെ ടെലിഫോൺ ബൂത്തിൽ ജോലിക്ക് അയക്കണമെങ്കിൽ ഇവിടുത്തെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടാവും അറിയാലോ. വെറുതെ അവിടെ ചെന്ന് ആ ജോലിയോട് ഇല്ലാതാക്കരുത്. അയ്യോ അമ്മേ, അമ്മ കരുതുന്ന പോലെയൊന്നുമല്ല. അംബിക എന്റെ ട്രൂപ്പിൽ ചേർക്കാനാണ് ഞാൻ അവിടെ ചെന്നത്. അങ്ങനെ കണ്ട ഗാനമേളയ്ക്കൊന്നും അവളെ അയക്കില്ല. ഇതങ്ങനെ അലവലാതെ ട്രൂപ്പൊന്നുമല്ല, എന്റെ സ്വന്തം ട്രൂപ്പാ. റിഹേഴ്സലൊക്കെ വീട്ടിലാ. റിഹേഴ്സൽ വീട്ടിലോ കാട്ടിലോ എവിടെ വേണേലും വെച്ച് നടത്തിക്കോ. അതിന് എന്റെ മോളെ കിട്ടില്ല, മനസ്സിലായല്ലോ. ഇനി ഇതും പറഞ്ഞോണ്ട് അവിടെ എവിടെ ഒന്നും കണ്ടുപോകരുത്. വയ്ക്കോ. അല്ല, ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ഇനി ഒന്നും ആലോചിക്കാനില്ല. തന്നോട് പോകാനല്ലേ പറഞ്ഞത്? അല്ല, ട്രൂപ്പിലേക്ക് വിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിലേക്ക് വിട്ടൂടെ? എന്തിനാ വീട്ടുവേലയ്ക്കോ? അല്ല, ഞാൻ താൻ കഴിച്ചോളാം. കാ കഴിച്ചോളാവുന്നോ? അല്ല, കല്യാണം കഴിച്ചോളാം. ഞാൻ ബാലു, ബാലേന്ദ്രൻ ഉണ്ണിത്താൻ, കുന്നത്ത് ബംഗ്ലാവിലെ മാളവികയുടെ ഇളയ മകനാ. കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചിരുന്ന. സത്യം പറഞ്ഞ അംബികയെ കണ്ടപ്പോ തീരുമാനം മാറ്റേണ്ടി വന്നു. ഇനിയിപ്പോ നിങ്ങളുടെയൊക്കെ തീരുമാനം. അത് ഞാൻ അച്ഛനും അമ്മയും കൊണ്ട് അയക്കാം, അവരോട് പറഞ്ഞാൽ മതി. കൊള്ളാം. നല്ല മുഖസ്സുണ്ട്. എന്റെ ഒരു സ്നേഹിതം കൊണ്ടുവന്ന ആലോചനയാ. ബാലുവിനോട് പറഞ്ഞു ഞാൻ മടുത്തു. അതുകൊണ്ട് ഇപ്രാവശ്യം നേരിട്ടൊന്ന് പറയാൻ കരുതിയത്. പത്രപ്രവർത്തനം മാത്രം പോരെ, ഈ ബ്രോക്കർ പണിയും കൂടെ വേണോ? ഈ പത്രം ആ പൈസ കിട്ടണ നക്കാപ്പിച്ചോണ്ട് എന്താവാനാ ചേട്ടാ? എന്താ ഒരു ഇടം തിരിച്ചില്ലേ? ബാലുവിന് കല്യാണം വേണ്ടെന്നാണോ ചേട്ടന്മാരുടെ തീരുമാനം? പിന്നെ ഈ മോശകോടന്മാര് തീരുമാനിച്ചാ എന്റെ മോൻ ബ്രഹ്മചാരി ആവാൻ പോവല്ലേ. ഇതിന് ബാലുവിന് ഇഷ്ടപ്പെടുവോന്നാ എന്റെ പേടി. അല്ല, ഇതാര് പപ്പനോ? എപ്പോ വന്നടാ? കുറച്ചു നേരമായി. എന്താ കാര്യം? എല്ലാരും കൂടി എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ, ഞാനും കൂടി കേക്കട്ടെ. നിന്റെ കല്യാണക്കാരിയോ? എനിക്കിപ്പോഴൊന്നും കല്യാണം വേണ്ടെന്ന് പറഞ്ഞില്ലേ? കേട്ടോ കേട്ടോ, ഇവനാണ് ആണ്. അവന്റെ സമ്മതമില്ലാതെ അവന്റെ കല്യാണം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, നീ ധൈര്യമായിട്ട് പോകടാ. ഈ കല്യാണം ഞങ്ങൾ മുടക്കിക്കൊള്ളാം. ഒന്നും മിണ്ടായിരിക്കണ്ട. കല്യാണം ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞാ പിന്നെ എപ്പോ വേണമെന്നാ? എനിക്ക് 2-3 മാസം കഴിഞ്ഞിട്ട് മതി. ദേ, പെണ്ണിന്റെ ഫോട്ടോ. എനിക്ക് ഫോട്ടോ ഒന്നും കാണണ്ട. അമ്മയ്ക്ക് ഇഷ്ടാണെങ്കിൽ എനിക്ക് സമ്മത. കേട്ടോടാ. സോപ്പ്. ആദ്യം നിങ്ങൾ പോയി പെണ്ണിനെ കാണാം, ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം. പെണ്ണിന്റെ വീട് എവിടാന്നാ പറഞ്ഞത്? മുല്ലപ്പള്ളി കവലയുടെ തൊട്ടു പടിഞ്ഞാറുള്ള വീടാ. 798. അത് 792 നമ്പർ റേഷൻ കാർഡ് അവരുടെയാ. രാഘവൻ എന്നായിരുന്നല്ലേ അച്ഛന്റെ പേര്? അതെ. ഓ, മനസ്സിലായി. ഇതാ ടെലിഫോൺ ബൂത്തിൽ പോകുന്ന പെണ്ണല്ലേ? അത് വെറുതെ വീട്ടിൽ കണ്ടല്ലോ എന്ന് കരുതി. ഒന്നുമല്ല, ജീവിക്കാൻ വകയില്ല ഞാൻ. എടോ പപ്പ, ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും ബാലു തന്റെ സുഹൃത്തല്ലേ. അമ്മേ, അഷ്ടിക്ക് വകയില്ലാത്ത കൂട്ടരാ. 3 മാസമായിട്ട് ഇവരുടെ റേഷൻ കാർഡ് പോലും പണയത്തില്ല. എന്താ പപ്പായി കേക്കുന്നത്? അത് അമ്മേ, അവരിപ്പോ ഇത്തിരി കഷ്ടത്തിലാന്നുള്ള നേരാ. പക്ഷെ വലിയ തറവാട്ടുകാരാ. പെണ്ണിനെ വെറുതെ ഇങ്ങോട്ട് അയക്കൊന്നുമില്ല. അവരെത്ര പവൻ തരും? കുറഞ്ഞത് ഒരു 51 പവനെങ്കിലും തരും. 51 പവൻ കിട്ടിട്ട് എന്താ കാര്യം? കഞ്ഞിക്ക് വകയില്ലാത്ത വീട്ടിലെ പെണ്ണിനെ ഇവിടെ വേണ്ട. അവിടെ കഞ്ഞിക്ക് വകയില്ലേ നമുക്കെന്താ? ബാലുവിന് അങ്ങോട്ടല്ല അയക്കുന്നത്, പെണ്ണിനെ ഇങ്ങോട്ടല്ലേ കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറ, ഞാനിതങ്ങ് ഒഴിഞ്ഞോളാം. നിക്കുമോനെ, എന്തായാലും നീ കൊണ്ടുവന്ന ആലോചനയല്ലേ. തന്നെയല്ല,
ബാലു ഈ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുക. ഒന്ന് ആലോചിച്ച് കളയാം. എന്താച്ചാ? പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കൊണ്ടുവന്ന സ്വർണ്ണം അണിയിച്ച് എന്റെ മോളെ ആ വീട്ടിലേക്ക് അയക്കാന്ന് പറഞ്ഞാ ശരിയാവില്ല. അതും ആ വീട്ടുകാരറിയാതെ. ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ടില്ല എന്ന് കരുതി തൽക്കാലം നമുക്ക് പിരിയാം. അതാ നല്ലത്. ഇതിൽ ശരിയാവാത്ത എന്താ ഉള്ളത്? ബാലുവിന്റെ ഇഷ്ടത്തിന് ഇതൊക്കെ വാങ്ങിയത്. ഇത് കിട്ടുന്നു അവൻ തന്നെയല്ലേ. എന്തായാലും ഇതിന് ഞാൻ സമ്മതിക്കില്ല. അച്ഛന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇതേ പറയൂ. ഒരാൾ ഇങ്ങനൊരു കല്യാണത്തിന് സമ്മതിക്കില്ല. പക്ഷേ ഒന്നോർക്കണം, എന്തിനതൊക്കെ ചെയ്യുന്ന? ബാലുവിന്റെ 2 ചേട്ടന്മാരും വിവാഹം കഴിച്ചിരിക്കുന്ന വലിയ സ്ത്രീധനം വാങ്ങിയിട്ടാ. അവരുടെ ഇടയിൽ അമ്പയ്ക്ക് ഒരു സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? ബാലുവിന് വേറെ പെണ്ണ് കിട്ടാനായിട്ടൊന്നുമില്ല ഇവിടെ ഒന്ന് കാല് പിടിക്കുന്നത്. അവൻ അമ്പയോടുള്ള സ്നേഹം കൊണ്ടല്ലേ. അത് ഓർത്തിട്ടെങ്കിലും ഇത് വാങ്ങണം. വാടാ. അയ്യേ, എന്തത്? ഈ കാലില് വീഴിലും കണ്ണീരും ഒന്നും നമുക്ക് വേണ്ട. നന്ദി. ഇതൊക്കെ ഒരുമാതിരി പൈങ്കിളി സ്റ്റൈലാ. ഇവിടെ താൻ എന്റെ ഫ്രണ്ടാ. നമുക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കാന്നേ. ഓക്കെ? ആദ്യത്തെ അവസാനത്തെയും കണ്ണീരത്. ഇനി നിന്റെ കണ്ണ് കലങ്ങാൻ പാടില്ല. സന്തോഷം, അത് മാത്രം മതി നമ്മുടെ ലൈഫില്. ഓക്കെ? അപ്പോ ഇനി നമുക്ക് ജീവിച്ചു തുടങ്ങല്ലേ?